ഹായ് ജാൻമണി, നീ ഏതവളായിരുന്നാലും ശരി, നിനക്ക് പഠിപ്പിൻ്റെ വിവരം ഇല്ലെന്ന് മനസ്സിലായി. നീ ചുമ്മാ പഠിപ്പിന് പറഞ്ഞുകൊണ്ട് നടക്കാം. നീ എത്ര പേരെ നീ നാണം കെടുത്തിയത്. പഠിച്ചില്ല, ചായ വിറ്റ് നടന്ന് പഠിപ്പില്ലാത്തവരേക്ക് നീ അഭിമാനിച്ചു. ഒരു സ്ത്രീ, ഒരു അമ്മേനെ, നിന്നെയും ജനിപ്പിച്ചത് ഒരു അമ്മേനാണ്. നീ ഒരു സ്ത്രീയാണ് പറഞ്ഞു നടക്കണം. ഇങ്ങനെ പറഞ്ഞ ഒരു പാതിരാത്രി വന്ന് മോദിജി പറഞ്ഞു, ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്ത് പറയണം? എടാ, നിന്നെ പോലെ സംസ്കാരം ഇല്ലാത്ത പോലെ സംസാരിക്കണോ? എടാ, നിനക്ക് സംസാരിക്കണോ? ഇല്ലേ, ഉനക്ക് സംസ്കാരമില്ല. നീ പഠിച്ച് പറയണേ. എനിക്ക് തോന്നുന്നു പഠിക്കാത്ത ആൾക്കാർ കൂടി കുറച്ചുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനടുത്ത് ശ്രദ്ധിച്ച്, അവർക്ക് വിഷമം ഉണ്ടാവും, അവർക്ക് വേദന ഉണ്ടാവും നോക്കിയിട്ടേ സംസാരിക്കുള്ളൂ. നിന്നെപ്പോലെ വിവരം വെട്ടി ദോഷം പറയില്ല. ഇതിനൊക്കെ മാപ്പല്ല കൊടുക്കുക. ഇതൊക്കെ മാപ്പ് കൊടുക്കരുത്. എന്താണ് ഇങ്ങനെ കുറേ എണ്ണമുണ്ട്, കുറേ എണ്ണം. എന്താണെന്നറിയാമോ? എല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? അത് അബദ്ധം പറ്റിപ്പോയത്, അബദ്ധം ഇപ്പം അയക്കുമ്പോൾ എന്തിന് നിനക്ക് അവർക്കൊക്കെ ചായ വിറ്റെങ്കിലും ജീവിക്കാൻ പറ്റും. ഇതില്ല, ഞാൻ ചായ വിറ്റ് വയ്ക്കുക. നീ ഒരു പെയിൻ്റ് അടിക്കണം, എത്ര നാൾ പെയിൻ്റ് അടിക്കും? എത്ര നാൾ? നീയൊക്കെ മനുഷ്യയാണോ? എന്ന് ചോദിക്കണേ. ഒരു മറ്റുള്ള അമ്മമാരെ പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടണം? ഇങ്ങനെ ആൺസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. അത് ആരാ വെച്ച്? ഈ കൃത്യമായിട്ട് ജാൻമണി വെച്ചിട്ടുണ്ട്. അതാണ് അവൾ അവിടെ ഇരുന്നിട്ട് പറയുന്നത്, എങ്ങനെ വെച്ചു, അങ്ങനെ വെച്ചിന്. ഒരു സ്ഥലത്ത് കൂടി ഒരു ബഹുമാനമില്ലാത്ത പറഞ്ഞ് നീ പഠിച്ചോളൂ. അവൾ പറയുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്, ഒരു നോളജില്ല. നിനക്ക് എന്ത് നോളജാണോ? നീ ഉണ്ടായതല്ല ഇപ്പോൾ ഇവിടെ വന്ന് പെട്ടിത്തണം പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ ഇതിനൊക്കെ കേട്ട് സപ്പോർട്ട് ചെയ്യണല്ലേ. അപ്പം പഠിക്കാത്തവരാണ് മണ്ടന്മാരാണ്. പഠിക്കാത്ത ആൾക്കാർ മണ്ടന്മാരാണ്. അവർക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അവകാശം. ഒരാളെ നിങ്ങൾ പറയാം, അവർക്ക് അവരുടെ ജീവിതം, അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ നിൻ്റെ കാര്യം നോക്കി നീ പറയാനോ അഭിപ്രായം പറഞ്ഞോ. ആരും പറയണമെന്ന് നിന്നോട് പറഞ്ഞില്ല. പക്ഷെ പഠിപ്പ് വിവരമില്ല, അങ്ങനെയില്ല, ചായ വിറ്റ് നടക്കുന്നത്. നീ ആരൊക്കെ നീ അഭിമാനം നാണിക്കിടത്തണേ? ചായ വിൽക്കണവരെയോ ഇല്ല പഠിക്കാത്തവരെയോ? നീ പഠിച്ച വിവരം കൊണ്ടിട്ടല്ലേ നീ ഇത്രയും തള്ളണേ. നീ അപ്പോൾ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. മറ്റുള്ളവർക്ക് സംസ്കാരം പറയാൻ ഒരാളെ മര്യാദയ്ക്ക് പറയാൻ പോലും നിനക്ക് അറിയാൻ പാടില്ല. നീ പറയണോ പഠിക്കാത്ത വിവരം തോന്നുന്നു. എന്നും പഠിക്കാത്തവനക്ക് ഒരു നിലയുണ്ട്. അവൻ എന്താണെന്നറിയാമോ? അവൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. അവൻ ചിന്തിച്ചിരിക്കും. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അവനക്ക് വേദനിക്കുമോ, അവനക്ക് കൊള്ളുമോ? അവൻ്റെ നിലയിലിരുന്നാൽ ചിന്തിക്കുള്ളൂ. നിൻ്റെ പോലെ തരം താന്ന് ഒന്നും സംസാരിക്കില്ല. എന്തൊക്കെ അവൾ പറഞ്ഞെന്നറിയാമോ? ചായ. നീയും ചായ തന്നെ ചെയ്യണേ. നീ ചായ പറിക്കണം, ഈ ചായ എന്നാണ് തേക്കണേ. ചായ വിറ്റ് നടക്കണം. എന്തിനാണ് ഇതൊക്കെ? ഒരു കുഴപ്പമില്ല. ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കുഴപ്പമില്ലാണ്. ഇതൊക്കെ ചായ വിൽക്കണേ, പഠിക്കാത്തവരെ നാണം കെടുത്തണേ, അതൊക്കെ ഒരു കുഴപ്പമില്ല. പണ്ടുള്ളവരൊക്കെ ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വകയില്ലാണ്ട് ജീവിച്ച ആൾക്കാരാണ് പണ്ടുള്ളവരൊക്കെ. ഇപ്പൊക്കെ എല്ലാം കിട്ടും, ഫ്രീ ആയിട്ട് എല്ലാം കിട്ടും. എല്ലാം പഠിക്കാം, എല്ലാം ചെയ്യാം. എല്ലാം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുമ്പോൾ ഇന്നൊക്കെ 10 ദിവസം ഇനി അകത്തി ഇട്ടേ പറ്റുള്ളൂ. ഇങ്ങനത്തൊക്കെ സത്യമായിട്ട് കുറേ എണ്ണം കൊണ്ട് എല്ലാം പറയും. തള്ളി ഇരുന്നിട്ട് അന്ന് കഴിഞ്ഞിട്ട് പറയും, വന്നിട്ട് മൂളിയും പറയും, ഞാൻ എൻ്റെ ലാംഗ്വേജ് എനിക്ക് ശരിയല്ല. ഇവൻ പറയുമ്പോൾ ലാംഗ്വേജൊക്കെ പോയി എവിടെ പോയി? അതൊക്കെ അവൾക്കെല്ലാം നന്നായിട്ട് വരും. ലാംഗ്വേജ് വന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിൻ്റെ കയ്യിൽ എന്നെ മറ്റേതായിരുന്നു വരുന്നത്, ഫോണല്ലായിരുന്നേ. ഫോണല്ലേ ഇറക്കണേ. അവളുടെ കയ്യിൽ ഇതൊന്നും അറിയാൻ പാടില്ല. കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു, അവർ വിളിച്ച് പറഞ്ഞു, ഇവർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ 24 മണിക്കൂർ ഫോണാണ് തോണ്ടിക്കൊണ്ടിരിക്കണത്. നിങ്ങൾ നോക്ക്, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ അവരെ ഫോണാണ് ഇരിക്കണത്. ആ ആൾക്കാരെ ഇവള് പറയുന്നത് എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ തോന്നിയാസം. അവൾ പറയാം, നമ്മുടെ കേരളത്തിലെ BJP വേണ്ടാണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ടാണേ. അടുത്തവരുടെ തള്ളയ്ക്കും നന്നയ്ക്കും വിളിച്ച് പറഞ്ഞിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടേ. അവർക്ക് വേണം അവരെടുക്കും, നിങ്ങൾക്ക് കൊടുക്കണം, നിങ്ങൾ കൊടുക്ക്. എന്ത് വേണം? അടുത്ത മരിച്ചു പോയ തള്ളയ്ക്ക് വിളിച്ചിട്ടല്ല നീയൊക്കെ ആ പെണ്ണെന്ന് പറഞ്ഞ് നടക്കണ്ട. നാണല്ലേ നിനക്കൊക്കെ?
ഇതിൽ പറഞ്ഞ് ഇവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം കുറയണം. ഈ സ്വന്തം അമ്മേനെ അതൊക്കെ എന്തോ ഒരു കഷ്ടപ്പെട്ട് ഒരു നേരം ആഹാരം ഇല്ലാണ്ട് ജീവിച്ച് അന്നത്തെ കാലത്ത് അത്ത മക്കളെ വളർത്തി 6 നിലയ്ക്ക്. അത് നിങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവും. പണ്ടുള്ള അമ്മമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി മക്കളെ വളർത്താൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഓടണോ 2 വളർത്താൻ നിങ്ങൾക്ക് എന്തോ ഒരു കഷ്ടമുണ്ട്. 10 12 വളർത്താൻ അമ്മമാർക്ക് മാത്രം അറിയാമോ ആ വിഷമം എന്താണ്. അവന് നിങ്ങളെല്ലാം പേര് ജനിപ്പിച്ചിട്ടേ നിങ്ങൾ ജനിപ്പിച്ച അന്നത്തെ കാലത്ത് ഇതേപോലെ സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇനിയൊക്കെ ഇങ്ങനെ ഓടി നടക്കണ പോലെ.